ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് ചിക്കൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിലോട്ട് ഇത്രയും ഐറ്റം വേണം കേട്ടോ. കാശ്മീരി ചില്ലി, പിന്നെ മല്ലി, കുരുമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ ചിക്കന്, കുറച്ച് തേങ്ങ, പിന്നെ സവാള, മല്ലിച്ചപ്പും കറിവേപ്പിലും. അത് നമുക്ക് കാശ്മീരി ഒന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ. പിന്നെ മല്ലിയും കുരുമുളക് വറുത്തെടുക്കുക. പിന്നെ വലിയ ജീരകം വേണം കേട്ടോ. ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയുള്ളിയും വെളുത്തുള്ളി, പിന്നെ അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അന്നേരം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ സവാള, പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പും കൂടെ ചേർത്ത്, പിന്നെ ഉപ്പും കുറച്ച് സുർക്കയും കൂടെ ചേർത്തിട്ടാട്ടോ ഞാനിത് അതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യട്ടോ. ഇതിലോട്ട് ഓവറായിട്ട് ഓയിൽ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ചിക്കനൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് തേച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എടുത്തിട്ട് കുക്കറിലോട്ട് കായം എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 സ്പൂണ് ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു 3 വിസിലൊക്കെ ആകുമ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടും. എന്നിട്ട് അതിലുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് നമ്മളൊരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. പൊറോട്ടയിലേക്കും വെള്ളപ്പത്തിലേക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.